അപ്പൊ ഗൈസ് ഇതാണ് പഞ്ചാബിലെ നല്ല മനോഹാരിത നിറഞ്ഞ പാടം. വാവ് വാവ് സൂപ്പർ അല്ലേ ഗൈസ്. അപ്പൊ ഇതാണ് നമ്മുടെ സ്ഥലം. എന്റെ ഫ്രണ്ട്സ് ഇനി അനുസരിച്ചാണ് ഇവിടെ നിക്കുന്നത്. ഞാൻ ആസ്വദിച്ചാണ് നിക്കുന്നത്. ഹായ് ഗൈസ്. അപ്പോൾ ഇന്നൊരു ഈവനിങ് വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ ഇന്ന് ഗ്രൗണ്ടിൽ പോകുന്നൊരു ഇതാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. മനസ്സിലായി അവിടുത്തെ കാഴ്ചകളൊക്കെ. ഇത് നമ്മൾ ഗേൾസ് എല്ലാം നടന്നു പോന്നു. ഓ സൂപ്പർ ഗൈസ്. വാവ് സൂപ്പർ അല്ലേ, എന്ത് രസമാണ് കാണാൻ. ഓ വാവ് കാണിച്ചു തരാം. ഓ എന്ത് രസമല്ലേ. വാവ് നല്ല രസമുണ്ട്. വാവ് എന്റെ ഫ്രണ്ട്സ് ഇവിടെ ഉണ്ട്. എന്റെ ഫ്രണ്ട്സ് ഉണ്ട് ഗൈസ്. അപ്പൊ ഗൈസ് ഇതാണ് പഞ്ചാബിലെ നല്ല മനോഹാരിത നിറഞ്ഞ പാടം. വാവ് സൂപ്പറാണ്. നമ്മൾ കാണുന്ന പോലെ ഒന്നുമല്ല, വീഡിയോയിൽ ഇത്രയും ഭംഗി കാണില്ല. പക്ഷെ നമ്മൾ മാക്സിമം വീഡിയോയിൽ ഭംഗി വരുത്താൻ നോക്കും. നമ്മളിത് ചാടിയാണ് പോകുന്നത്. നമ്മൾ ചാടാൻ പോവാണ്. ഓക്കെ ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്ഥലം. വാവ് ഒരു റോക്കറ്റ് പോയതിൻ്റെ ഒരു പാടൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ പോവാണ്, പെട്ടെന്ന് പോവാണ്. അപ്പോൾ ഇതാണ് എൻ്റെ കോളേജിൻ്റെ വേറൊരു ഭാഗം. ഞാൻ ഒരു ദിവസം നല്ല ലോങ് വീഡിയോ ആഡ് ചെയ്യുന്നതായിരിക്കും. ബിക്കോസ് ഇപ്പോൾ നമുക്ക് ലിമിറ്റഡ് ടൈമാണ്. സോ അതിനനുസരിച്ച് വേണം ഇതൊക്കെ മാനേജ് ചെയ്യാൻ. അതായത് ഞങ്ങൾക്കെന്ന് പറഞ്ഞാൽ ഒരു എൻട്രി ടൈമും ഉണ്ട്. അതേ കണക്ക് തന്നെ മോർണിംഗ് എപ്പോഴാണ് പുറത്തിറങ്ങേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു ഹോസ്റ്റൽ ഷെഡ്യൂളുള്ളൊരു ലൈഫാണ് എൻ്റെ കോളേജ് ലൈഫ്. അപ്പോൾ അതിനനുസരിച്ച് ഇതാവണം. പിന്നെ ഇവിടെ ഫുള്ള് പഞ്ചാബെന്ന് പറഞ്ഞാൽ നമുക്ക് തന്നെ ഇപ്പോൾ അറിയാമല്ലോ, ഫുള്ള് കൃഷി കാര്യങ്ങളും ഒക്കെയാണ്. ലിറ്റിൽ ഈവനിങ് മനോഹരിതമാക്കാൻ ഇതൊക്കെ മതി. എൻ്റെ യൂണിവേഴ്സിറ്റിയുടെ വേറൊരു ഫേസാണ്. നല്ല കാം ആൻഡ് ക്വയറ്റായിട്ട് ഇരിക്കാൻ പറ്റുന്നത്, നല്ല രസമായിട്ട് കാണാൻ പറ്റുന്നതും. അതായത് ഇവിടെ ചുറ്റിനും ഫുള്ള് ഗോതമ്പ് പാടമാണ്. ആക്ച്വലി നല്ല രസമായിട്ട് നല്ല കിളിച്ച് വളർന്ന് നിൽക്കുന്നത് ഗോതമ്പ് പാടമാണ്. അതിനുശേഷം നമ്മുടെ നടുവിലായിട്ടാണ് നമ്മുടെ മെയിൻ സ്പോർട്സ് ഗ്രൗണ്ട് നിൽക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് ചുറ്റിനും നോക്കിയാൽ നമുക്ക് ഗോതമ്പ് പാടം കാണും. സൺസെറ്റാണ് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് ആയിട്ട് വരുന്നത്. സോ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ നമുക്കൊരു ഫ്രഷ് ഫീൽ, ഒരു ഹാപ്പി ആയിരിക്കും. കാരണം റഷിൽ നിന്ന് ഇങ്ങനൊരു പീസ് ആയിട്ടുള്ളൊരു സ്ഥലത്ത് വരുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി അത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യും. ഗൈസ് ഇതാണ് നമ്മുടെ സൺസെറ്റ്. നമ്മളങ്ങനെ ഗ്രൗണ്ടിൽ എത്തിയിരിക്കുന്നു. അപ്പം നമ്മൾ ഗ്രൗണ്ടിൽ എത്തിയിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇവിടുത്തെ പരിപാടി എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ പോവാണ്. ഇതാണ് നമ്മുടെ നല്ല റോഡ് എന്ന് ഞാൻ പറയുന്നില്ല. കുറച്ച് ടാസ്ക്കാണ് ഇവിടെ കയറാൻ. നമ്മൾ ഇതേ കണക്കുള്ള സ്ഥലങ്ങളിൽ ചവിട്ടിയിട്ട് കയറണം. ഇതാണ് നമ്മുടെ പോകുന്ന വഴി. ഇവിടെ കുറേ പട്ടിക്കൂട്ടങ്ങളുണ്ടായിരുന്നു, എല്ലാം പോയി. അപ്പോൾ ഇതൊക്കെയാണ്. ഇതാണ് ഗൈസ് മനോഹാരിത. വാവ് ഗൈസ്, നമ്മുടെ ഒരു ബ്യൂട്ടിഫുൾ ഈവനിങ് അവസാനിക്കാൻ പോവാണ്. ഇനി ഞങ്ങളുടെ ടൈമായി. ഇപ്പോൾ തന്നെ 5:45 ഇനി ആ 15 മിനിറ്റിനുള്ളിൽ ഞങ്ങൾക്ക് ഹോസ്റ്റലിൽ കയറണം. പോകുന്ന വഴിയെല്ലാം ഞാൻ ഒന്ന് ചുമ്മാ കാണിച്ചു തരാം കേട്ടോ. ഈ ഏരിയ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഒരു എന്താണെന്നറിയില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ വഴി ഇതാണ്. സെൻട്രൽ ക്യാൻറ്റീനിട്ട് പോകുന്ന വഴിയാണ്. ഇതാണ് നമ്മുടെ മറ്റേ അങ്കിളുടെ ഷോപ്പ്. ഒരു
ഇവിടെ പഴംപൊരിയും പരിപ്പടയൊക്കെ ഉണ്ട് ഗൈസ്. പഴംപൊരിയും ഉള്ളിവട ഉണ്ട്. നമ്മൾ ഉള്ളിവട കണ്ടിട്ട് നല്ല ടേസ്റ്റ് ഉള്ളത് പോലെ തോന്നി. അപ്പോൾ ദീദി ഹായ് പോലോ. അപ്പോൾ ഓക്കെ ഗൈസ്.